ഇപ്പോൾ റീമിക്സ് ചെയ്ത് ഭയങ്കര ഹിറ്റായി കണ്ണും കണ്ണും എന്നുള്ള പാട്ട്. റീമിക്സ് എന്ന് പറയുന്നതിനോടാണ് ഒട്ടും ഇപ്പം ഓരോ സംഭവ ബഹുലങ്ങളായ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതെന്തോ ആയിക്കോട്ടെ, അത് നടന്നോട്ടെ. പക്ഷെ ആ പാട്ട് എങ്ങനെ ദിവസം ഓർമ്മയുണ്ടോ ശ്യാം സാറിന്? ആ സിറ്റുവേഷനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. മെലഡി വേണം, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ റേഞ്ച് ചിലപ്പോൾ ഇത് കൂടിപ്പോയാലും ജാനകിക്ക് ഓക്കെ, ബട്ട് ദാസിന് വളരെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ പുള്ളി പറഞ്ഞപ്പോൾ ഒരു മെലഡി ആയിട്ട് ഒരു ലോങ് ആയിട്ട് വേണമെന്ന് തോന്നി. അത് പിന്നെ പുള്ളി എഴുതിയപ്പോൾ പാടാൻ ഈസി ആയിരിക്കണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ടെക്നിക്കലി അതിലെ കുറച്ച് ആവശ്യങ്ങൾ വേണ്ടിയിരുന്നു. അതേപോലെ കണ്ണും കണ്ണും അത് അത് എവറി ഫിനിഷിങ് ലൈനിൽ ആ ടച്ച് ഒരു എംബ്രോയിഡറി വർക്ക് പോലെ. അപ്പോൾ അത് മക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലാറ്റായി പോകും. സോ അതിന് വാക്കുകൾ വന്നപ്പോൾ കറക്റ്റായി ഈസി ആയിട്ട് വന്നു. അപ്പോൾ ശശി ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ പറഞ്ഞു. ഒരു എപ്പോഴും സ്വാതന്ത്ര്യം എപ്പോഴും കൊടുക്കും. ഹിറ്റ് ആവാനുള്ള ഒരു ഘടകം എന്താണെന്ന് എപ്പോഴെങ്കിലും ശ്യാം സാർ ആലോചിച്ചിട്ട്? എങ്ങനെ ഈ പാട്ടുകൾ ചില നമ്മൾ വിചാരിക്കുന്ന പാട്ടുകളാവില്ലല്ലോ ഹിറ്റാവുന്നത് ചിലപ്പോൾ. ഓൺ ചെയ്യുന്ന പോലെ ഒരു മെലഡി എപ്പോഴും അണ്ടർ കറണ്ട് ഇരുന്നാൽ അണ്ടർ കറണ്ട് ഈവൻ ഇപ്പോൾ ഈ കണ്ണും കണ്ണും പറയുമ്പോൾ ഒരു വേറെ അത് രീതിയിൽ ലവ് സോങ് ആയിപ്പോയി. ഇപ്പോൾ തെയ്യാട്ടം പറയുന്നത് ഒരു തന്ന തന്ന ഒരു മെലഡി ഇല്ലെങ്കിൽ വേറെ രീതിയിൽ പോവാം. ഇറ്റ്സ് എ റിതമിക് സോങ്. ഈ തെയ്യാട്ടം എങ്ങനെ ഉപയോഗിച്ച് ബിച്ചു സാർ പറയുന്നുണ്ടല്ലോ. ഒന്ന്, അതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായർ. അപ്പോൾ ഈ ട്യൂണൊക്കെ ഇട്ട് ആദ്യത്തെ 2 പാട്ടിൻ്റെ ട്യൂൺ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേ MT അവിടെ വന്നു. പാട്ടിൻ്റെ ട്യൂണും കേട്ടു, ലൈനും കേട്ടു, എല്ലാം കേട്ടു, സന്തോഷമായി, ഇഷ്ടമായി. അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞു. കാലിക്കറ്റുള്ള ഏതെങ്കിലും ഒരു നല്ല ഡാൻസ് പീസ് ഏതാ? ഇങ്ങനെയുള്ള ഒരു ഡാൻസ് പീസ് അത് തെയ്യം തന്നെയാണ്. തെയ്യം, തിറ എന്ന് പറയുന്ന സാധനം തന്നെ. അപ്പം മനുഷ്യൻ്റെ ഈ ഒരു സ്ത്രീയുടെ ഈ ഇങ്ങനത്തുള്ള ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനകത്ത് തെയ്യാട്ടം നടക്കും. ഇവിടെ മനസ്സിനകത്തല്ല, സിരകളിൽ, ധമനികളിൽ നടക്കും. ഇത്ര കറക്റ്റായിട്ടാണ് ട്യൂണിനനുസരിച്ചാണ് എഴുതിയത്. അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കറക്റ്റായിട്ട് എഴുതി. ഈ ടാ 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 എന്നുണ്ടെങ്കിൽ തയ്യാട്ടം ധമനികളിലെല്ലാം വേറെ എന്തോ എഴുതും. അതുപോലെ തന്നെ മൈനാകം ഈ പറഞ്ഞ മാതിരി ആ വാക്ക് കിട്ടിയത് നമ്മുടെ നാലാങ്കൽ കൃഷ്ണപിള്ള സാറിൻ്റെ ഒരു മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പം അതിലിങ്ങനെ ഓരോന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പല കാര്യങ്ങളും ഇതിനാണ്. അപ്പം ഈ മേനകയ്ക്ക് ഹിമവാനിലുണ്ടായ കുഞ്ഞാണ് മൈനാകം. അന്ന് എല്ലാ മലകൾക്കും ചിറകുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഈ അരിഞ്ഞ് വീഴ്ത്തി കളഞ്ഞു ഇന്ദ്രൻ. അത് കാരണം എല്ലാ മലകൾക്കും ചിറകരിഞ്ഞു പോയി. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞല്ലേ, അതിനെന്തെങ്കിലും ചെയ്യാമോ? അത് പറന്ന വായു അതിനെ എടുത്തുകൊണ്ട് പോയി നേരെ വരുണൻ്റെ എന്ന് വെച്ചാൽ സമുദ്രത്തിൻ്റെ അകത്തുകൊണ്ട് ഇരുത്തി. അവിടെ ഇരുത്തി നീ ഇങ്ങോട്ടൊന്നും അവൻ വരില്ല. പിന്നെ ഇന്ദ്രൻ ഇതിനകത്തേക്കൊന്നും വീശിയാലൊന്നും ഏക്കത്തില്ല, കാരണം വെള്ളമാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അവൻ അവിടെ ഇരുന്നു. പക്ഷേ വായുവാണല്ലോ ഊതി അതിനകത്തുകൊണ്ട് ആക്കിയത്. അതുകൊണ്ട് വായുപുത്രനായ ഹനുമാൻ ലങ്ക ചാടിയപ്പോൾ ഈ മൈനാകമാണ് പൊങ്ങി വന്ന് റെസ്റ്റ് കൊടുത്തത്. ഇതൊക്കെ വായിച്ച് കഥയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് വായിച്ചോണ്ടിരുന്ന കഥ അതായതുകൊണ്ട് ധാരാരാന്ന് ചെയ്തു. മൈനാകം കടലിൽ നിന്നുയരുന്നു, കരളിൽ നിന്നല്ല, കടലിൽ നിന്നുയരുന്നു. അതിന് ട്യൂണ് ഈ പറഞ്ഞ പോലെ ശ്യാം സാറ് ശശിക്കുള്ള ഒരു പ്രത്യേക ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പടത്തിലേ ആയിരിക്കും, അല്ലെങ്കിൽ 10 പടത്തിന് മുമ്പായിരിക്കും, ഏതെങ്കിലും ഒരു പിടിക്കും, എവിടെ അത് യൂസ് ചെയ്യണമെന്ന് പുള്ളിക്കറിയും. നമ്മളത് മറന്നു പോകും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒരിക്കൽ കൂടി അതിൽ ഒരു തീം ഇട്ട്, പാട്ടുകളില്ല. അപ്പോൾ അതിന് ഒരു നല്ല തീം ഇട്ടിട്ട് ഹമ്മിങ് ആയിട്ട് വെച്ചു. അപ്പോൾ ഈ സമയത്ത് പുള്ളി പറഞ്ഞു, ഒരു അന്ന് പാടിയുള്ള ഒരു തീം ഇട്ടല്ലേ, അത് ഏത് പടം ഒന്നും പിടിയില്ല. അപ്പോൾ ഞാനെടുത്ത അസിസ്റ്റൻറ്റ് ഷൺമുഖണ്ണൻ ഒരുത്തരുന്ന്, മറിച്ച് ഇപ്പോൾ ഇല്ല. ആ തീം മ്യൂസിക്കാണ്. പിന്നെ പാട്ടായിട്ട് എനിക്കിത് മതി, ഇത് പാട്ട് വേണം, ഇതിൽ വേണം പല്ലവി. പിന്നെ പല്ലവി വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായി ശരണം മാറ്റി, ശരണം
അതാണ് ആ പാട്ട് വന്നു. ശ്രുതിയിൽ നിന്ന് വരും ആ പാട്ടിൻ്റെ. അത് അതെനിക്ക് തോന്നുന്നത് MT വാസുദേവൻ നായർ പിറ്റേന്ന് വരും എന്നുള്ള അങ്ങനത്തെ പെട്ടെന്ന്. അയ്യോ, അത് നേരത്തെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പുള്ളി. ചെയ്തിരുന്നു നേരത്തെ. എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്കും ട്യൂണൊക്കെ റെഡിയാണ്, റെഡിയാവും. നാളെ പുള്ളി വരുമ്പോൾ കേൾപ്പിക്കണം, അപ്പം എഴുതണം. അങ്ങനെ എഴുതിയതാ. വരികൾ ചെയ്ത് കഴിഞ്ഞാൽ ശ്യാം സാർ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? അല്ല, പുള്ളി എപ്പോഴും സഹായിക്കും. അർത്ഥമില്ലാത്ത പിന്നെ ഞാൻ ഡെഫിനറ്റായി ചോദിക്കും, ഇല്ലെങ്കിൽ യുവർ ഇൻവോൾവ്മെന്റ് വോണ്ട് ബി ദർ. പക്ഷെ സത്യത്തിൽ ശ്യാം സാർ മലയാളി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ശ്യാം സാറിന് കേരള ഒരു മലയാളിയായിട്ട് കണക്ഷൻ ഇല്ല ശരി, കേരളമായിട്ട്. അത് ശരി, പാലക്കാട്. അതെ, അത് ഓക്കെ. പക്ഷെ ഞാൻ ബോൾഡായിട്ട് ചിലപ്പോൾ റൈറ്റ് ഓർ റോങ് ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞാലേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അത് പ്രത്യേകമായിട്ട് കറക്റ്റില്ല, ഒരു നല്ല മലയാളം ഇല്ലെങ്കിലും ഒരു ഏകദേശം ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല, പീപ്പിൾ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു ഇതിൽ മനസ്സാർ എപ്പോഴും ഞാനടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കും ആദ്യം, ഞാൻ അവരടുത്ത് പുള്ളിയെടുത്ത് മലയാളത്തിൽ സംസാരിക്കും.